അമ്മയെ തല്ലുന്നതിൽ തെറ്റുണ്ടോ? എന്തൊരു ഭ്രാന്തൻ ചോദ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. തെറ്റാണെന്ന് മാത്രമല്ല, ആരും പൊറുക്കാത്ത കൊടും പാപമാണ് അതെന്ന് എല്ലാവരും പറയും. ഈ ചോദ്യം തന്നെ പാപമാണെന്നും നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ അച്ഛന് വിഷം കൊടുത്തു കൊല്ലാനോ മാരകായുധം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താനോ ശ്രമിക്കുന്ന അമ്മയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി തല്ലേണ്ടി വന്നാലോ? അതിൽ തെറ്റില്ല എന്ന് നീതിശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അമ്മയെ തല്ലേണ്ടി വന്നാൽ പോലും തെറ്റില്ല. കാരണം അച്ഛൻ്റെ ജീവനാണ് ഇവിടെ വലുത് എന്നത് തന്നെ. അന്ധവിശ്വാസങ്ങളുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. എന്തും വിശ്വസിക്കാനുള്ള മൗലികമായ സ്വാതന്ത്ര്യവും അവകാശവും എല്ലാവർക്കുമുണ്ട്. അന്ധമായ ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുമ്പോൾ എന്തെല്ലാമാണ് നഷ്ടപ്പെടുക എന്നുകൂടി അന്വേഷിക്കാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നോർക്കണം. ഇത് പറയാൻ കാരണം, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1985 കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിലെ വായനക്കാരുടെ കത്തുകൾ എന്ന പങ്ക്തിയിൽ പ്രസിദ്ധീകരിച്ച ഒരു കത്താണ്. ഒരു ഗോഭക്തൻ്റെ കത്ത്. കേരള ലൈവ് സ്റ്റോക്ക് ആൻഡ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മിൽമ, അതിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഒരു പശുവിൻ്റെ തലയാണ്. അതൊരു അപശകുനം നിറഞ്ഞ ചിഹ്നമാണ്. ഇന്ത്യയിൽ പശു എന്നത് ആരാധിക്കപ്പെടുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് തന്നെ പശുവിൻ്റെ തല വേർപെടുത്തി ഒരു ചിഹ്നമായി പ്രദർശിപ്പിക്കുന്നത് സ്വാഗതാർഹമല്ല. ആയതിനാൽ പശുവിൻ്റെ തലയുടെ സ്ഥാനത്ത് പശുവിനെ തന്നെ മിൽമ അതിൻ്റെ ഔദ്യോഗിക ചിഹ്നമായി തിരഞ്ഞെടുക്കേണ്ടതാണ്. തുടർന്ന് ആ കത്തെഴുതിയ ഗോഭക്തൻ്റെ പേരും കൊടുത്തിരുന്നു. പശുവിൻ്റെ തലയോ അതോ വാലോ, അതുമല്ലെങ്കിൽ പശുവിനെ തന്നെയോ മിൽമയുടെ ചിഹ്നമാക്കി മാറ്റിയാലും മിൽമയുടെ പാൽ വാങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് അതിൽ യാതൊരു വിരോധവും ഉണ്ടാവില്ല. ജനങ്ങൾക്കാകെ താൽപ്പര്യം മിൽമയുടെ കവർപ്പാലിൽ പ്രാണിയെയോ പാറ്റയെയോ കണ്ടെത്തിയെന്ന വാർത്ത ഇനിയും വായിക്കാൻ ഇടവരല്ലേ എന്ന കാര്യത്തിലാണ്. പശുവിൻ്റെ അകിടിൽ നിന്ന് പാറ്റയോ പ്രാണിയോ പുറത്തേക്ക് വരുവാൻ ഇടയില്ലാത്തതുകൊണ്ട് മിൽമയുടെ ജോലിക്കാർ വൃത്തിയോടെയും ചുമതലാബോധത്തോടെയും ജോലി ചെയ്തു കാണണമെന്ന് മിൽമ പാൽ കുടിക്കുന്നവർ ഒക്കെയും ആഗ്രഹിക്കുന്നു. അതേസമയം മിൽമയുടെ ഔദ്യോഗിക ചിഹ്നം ആനയോ കടുവയോ ആയാലും അവർക്ക് യാതൊരു വിരോധവുമില്ല. മനുഷ്യന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന പശുവിനെ തീർച്ചയായും സ്നേഹിക്കണം. ആരാധിക്കണമെന്ന് തോന്നിയാൽ ആരാധിക്കുകയും വേണം. പക്ഷേ ആരാധന അന്ധമാവുകയും അത് നമ്മെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുമെന്ന് വന്നാലോ? ചരിത്രത്തിൻ്റെ താളുകളിൽ പരതി നോക്കുമ്പോൾ പശുവിനോടുണ്ടായിരുന്ന അന്ധമായ ആരാധനയാണ് ഒരിക്കൽ ഇന്ത്യ മഹാരാജ്യത്തെ വിദേശ ആധിപത്യത്തിലേക്ക് തള്ളിവീഴ്ത്തിയതെന്ന് നാം കണ്ടെത്തുന്നു. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ബാബർ വന്നത് സമർഖണ്ഡിൽ നിന്നാണ്. മധ്യേഷ്യയിലെ ആക്രമണകാരികളുടെ സിരാകേന്ദ്രമായ സമർഖണ്ഡ് ഒരു ചെറിയ പറ്റം പട്ടാളവുമായാണ് ഞൊണ്ടനായ ബാബർ ഇന്ത്യയിൽ കൊടികുത്താൻ പുറപ്പെട്ടത്. മരുഭൂമിയും മഞ്ഞുമലയും താണ്ടി ബാബറും പെട്ടെന്ന് എണ്ണിത്തീർക്കാവുന്ന ഭടന്മാരും ഹിമാലയത്തിൻ്റെ താഴ്വരയിലെത്തി. പക്ഷേ മുന്നിൽ കണ്ടത് രജപുത്ര ഭടന്മാരെയായിരുന്നു. ആ രജപുത്ര ഭടന്മാരെ തോൽപ്പിച്ച് കീഴടക്കിയാൽ അല്ലാതെ തനിക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ കഴിയുക ഇല്ലെന്ന് ബാബറിന് ബോധ്യമായി. തൻ്റെ കൂടെയുള്ള ഒരു ചെറിയ പട്ടാളത്തെ കൊണ്ട് അത് സാധ്യമാവുകയില്ല. അതിന് സമർഖണ്ഡിൽ തിരിച്ചു ചെന്ന് കൂടുതൽ പട്ടാളത്തെ സംഭരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ. സമർഖണ്ഡിലേക്ക് തിരിച്ചുപോയി മടങ്ങി വരുന്നതിനിടയിൽ തൻ്റെ പട്ടാളത്തെ രജപുത്രന്മാർ ആക്രമിച്ച് കീഴടക്കിയാലോ? നേരത്തെ തന്നെ ഇന്ത്യക്കാരെക്കുറിച്ച് പഠിച്ചു വച്ചിരുന്ന ബാബർ അതിനൊരു മാർഗം കണ്ടെത്തി. ഹിമാലയ സാനുക്കളിൽ മേഞ്ഞു നടന്നിരുന്ന പശുക്കളെ പിടിച്ചെടുത്ത് പശുക്കളുടെ ഒരു നിര തന്നെ ബാബർ ഉണ്ടാക്കി. പശുക്കളുടെ നിരയ്ക്ക് പിന്നിൽ തൻ്റെ ഭടന്മാരെ അയാൾ നിർത്തി. പശുക്കളുടെ നിര മെല്ലെ മുന്നോട്ട് നീങ്ങുന്നതോടൊപ്പം അതിൻ്റെ പിന്നിലായി പട്ടാളക്കാരും നീങ്ങി. ബാബറുടെ പട്ടാളത്തെ ആക്രമിച്ച് കീഴടക്കണമെങ്കിൽ രജപുത്ര ഭടന്മാർക്ക് ആദ്യം പശുക്കളെ കൊല്ലണമായിരുന്നു. പശുക്കളെ ആരാധിക്കുന്ന രജപുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം ഗോഹത്യ ഒരു പാപമായിരുന്നു. എന്തു വന്നാലും പശുക്കളെ കൊല്ലുന്ന പാപം ചെയ്യില്ല എന്നതുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പശുവിൻ്റെ നിരയോടൊപ്പം രജപുത്ര ഭടന്മാർ പിന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഓരോ ദിവസവും ബാബറുടെ ദുർബലമായ പട്ടാളം ഇന്ത്യയിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ സമർഖണ്ഡിൽ ചെന്ന് കൂടുതൽ പട്ടാളവുമായി ബാബർ എത്തി. പെട്ടെന്ന് മുഗൾ പട്ടാളം പശുക്കളുടെ നിരയെ മാറ്റി രജപുത്രന്മാരെ ആക്രമിച്ചു കീഴടക്കി. അങ്ങനെ പശുവിനോടുള്ള രജപുത്ര ഭടന്മാരുടെ അന്ധമായ ആരാധന ഇന്ത്യയെ വിദേശ അടിമത്തത്തിലേക്ക് തള്ളിവീഴ്ത്തുകയും
ഭാരതത്തിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടാൻ ഇടനൽകുകയും ചെയ്തു. അന്ധമായ ആരാധന കൊണ്ട് പശുവിനെ രക്ഷിക്കാൻ രജപുത്രന്മാർക്ക് കഴിഞ്ഞു എന്നത് ശരി തന്നെ. പക്ഷേ സ്വന്തം രാജ്യത്തെ അവർക്ക് രക്ഷിക്കാൻ കഴിയാതെ പോയി. ആധുനിക നൂറ്റാണ്ടിലെ ഇലക്ട്രോണിക് യുഗത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അന്ധവിശ്വാസങ്ങൾക്കും അലസതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയേ മതിയാകൂ. അന്ധവിശ്വാസവും അലസതയും എത്ര തവണയാണ് നമ്മുടെ രാജ്യത്തെ അടിമത്തത്തിലേക്ക് തള്ളി വീഴ്ത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച റോബർട്ട് ക്ലൈവ് തൻ്റെ ആത്മകഥയിൽ പറയുന്ന ഭാഗം ഏതൊരു ഭാരതീയനെയും ലജ്ജിപ്പിക്കും. കച്ചവടത്തിനെത്തിയ കമ്പനിയിലെ കാവൽ ഭടന്മാരുമായി ക്ലൈവ് ഈ രാജ്യത്തിൻ്റെ കുറേ ഭാഗം കീഴടക്കിയാലോ എന്ന് കരുതി കൽക്കത്തയിൽ നിന്ന് മുർഷിദാബാദിലൂടെ ഒരു മാർച്ച് നടത്തി. അന്ന് മുർഷിദാബാദിലെ മുറ്റങ്ങളിലും മരച്ചുവടുകളിലും ചതുരംഗം കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ എന്തിനാണ് കുറേ വെള്ളക്കാർ തങ്ങളുടെ ഗ്രാമത്തിലൂടെ നീങ്ങുന്നത് എന്ന് പോലും തിരക്കിയില്ലത്രേ. അവർ കളിയിൽ മുഴുകി അലസരായിരുന്നു. ആയുധമെടുത്ത് പൊരുതിയില്ലെങ്കിലും മുർഷിദാബാദിലെ അലസന്മാരായ ജനങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ചതുരംഗക്കരുക്കൾ കൂട്ടത്തോടെ എടുത്തെറിഞ്ഞിരുന്നുവെങ്കിൽ തനിക്കും പട്ടാളത്തിനും പിന്തിരിഞ്ഞ് ഓടേണ്ടി വരുമായിരുന്നു എന്നാണ് ക്ലൈവ് ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത്. ആ അലസതയും രാജ്യത്തെ അടിമത്തത്തിലേക്ക് വീഴ്ത്തി. അനുഭവങ്ങളിൽ നിന്ന് പോലും പാഠം പഠിക്കാത്ത ഒരു ജനതയാണോ നമ്മളെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു.